നിങ്ങൾ പങ്കുവച്ച ഈ വിവരങ്ങളെ അടിസ്ഥാനമാക്കി ഒരു ആഴത്തിലുള്ള ചർച്ചയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഗോയങ്ക പാരമ്പര്യത്തെക്കുറിച്ചാണ്. അതിലെ ഏറ്റവും ഉയർന്ന അവസ്ഥ, ഈ അർഹതാഫലം, അതിലേക്കുള്ള അവസാന പടികളെക്കുറിച്ചാണ് നിങ്ങളുടെ ചോദ്യം, അല്ലേ? പ്രത്യേകിച്ചും ആ സാക്ഷിഭാവം. ധ്യാനിക്കുമ്പോഴെല്ലാം കാണുന്ന ഒരു ഞാനുണ്ടല്ലോ, ആ ബോധം എങ്ങനെയാണ് ഇല്ലാതാവുന്നത്? അതാണ് പ്രധാന വിഷയം. കൂടെ താൻ ആ ഘട്ടത്തിൽ എത്തിയോ എന്ന് എങ്ങനെ തിരിച്ചറിയാം, അവിടെ എത്താൻ എന്തു ചെയ്യണം, ആ യാത്രയുടെ അവസാനത്തോടടുത്ത ഒരാൾക്കുള്ള നിർദ്ദേശങ്ങൾ, ഇതൊക്കെ നമുക്കിന്ന് വിശദമായിട്ടൊന്ന് നോക്കാം. തീർച്ചയായും. ഇവിടെ ഏറ്റവും രസമുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? ഗോയങ്കാജി തന്നെ. അദ്ദേഹം ഈ ഉയർന്ന ധ്യാനാവസ്ഥകളെക്കുറിച്ചോ ഓരോ ഘട്ടത്തെക്കുറിച്ചോ ഒന്നും അങ്ങനെ പരസ്യമായി സംസാരിക്കാറില്ലായിരുന്നു. അതിനൊരു കാരണമുണ്ട്. ആളുകൾ അനുഭവത്തിൽ ശ്രദ്ധിക്കുന്നതിന് പകരം ഒരു മാപ്പ് നോക്കുന്നത് പോലെ ഞാൻ എവിടെ എത്തി എന്ന് അളക്കാൻ തുടങ്ങും. അത് ശരിക്കും പരിശീലനത്തിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കും. അത് ശരിയാണ്. ലക്ഷ്യത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെ ലക്ഷ്യത്തിൽ നിന്ന് അകറ്റും എന്നതുപോലെ. അതെ. പക്ഷെ അതിനർത്ഥം ആ വഴിയെക്കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തതയില്ലായിരുന്നു എന്നല്ല. അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകളിലും അദ്ദേഹം പിന്തുടർന്ന ബർമീസ് പാരമ്പര്യത്തിലും ലെഡി സെയാഡോ, ഊഭാഖിൻ എന്നിവരുടെയൊക്കെ അതിൽ അർഹത ഫലത്തിലേക്കുള്ള അവസാന പടികൾക്കുള്ള വളരെ വ്യക്തമായ നിർദ്ദേശങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട്. ഇന്ന് നമ്മൾ ആ ഒളിപ്പിച്ചു വെച്ച സൂചനകളെയാണ് ശരിക്കും പുറത്തെടുത്ത് പരിശോധിക്കാൻ പോകുന്നത്. വളരെ നല്ലത്. അപ്പോൾ നമുക്ക് ഗോയങ്കാജിയുടെ ആ പൊതുവായ സമീപനത്തിൽ നിന്നും തന്നെ തുടങ്ങാം. എന്തുകൊണ്ടാണ് അദ്ദേഹം അവസാന ഘട്ടങ്ങളെക്കുറിച്ച് അധികം സംസാരിക്കാതിരുന്നത്? അദ്ദേഹം എപ്പോഴും ഊന്നിപ്പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. ഉണ്ട്. നിങ്ങളുടെ ജോലി ഇപ്പോഴുള്ള യാഥാർത്ഥ്യത്തിൽ, ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ, അതായത് അനിത്യതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. ധ്യാനത്തിന്റെ തലങ്ങളെ തേടി ഓടരുത്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ അടിസ്ഥാന മന്ത്രം. പക്ഷേ ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം പരോക്ഷമായി 4 പ്രധാന വിഷയങ്ങൾ പഠിപ്പിച്ചു. അതാണ് അനാഗാമി തലത്തിൽ നിന്ന്, അതായത് തിരിച്ചുവരവില്ലാത്തവൻ എന്ന അവസ്ഥയിൽ നിന്ന് അർഹത ഫലത്തിലേക്കുള്ള വഴി വ്യക്തമാക്കുന്നത്. എന്തൊക്കെയാണ് 4 വിഷയങ്ങൾ? ഒന്നാമത്തേത് സംസ്കാരങ്ങളുടെ സമ്പൂർണ്ണ ശുദ്ധീകരണം. നമ്മൾ അനാഗാമി ഘട്ടം എത്തിയാലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വളരെ ആഴത്തിലുള്ള സംസ്കാരങ്ങൾ, പഴയ ശീലങ്ങളുടെ കെട്ടുകൾ ഉറങ്ങിക്കിടക്കുന്നുണ്ടാകും. അവ ഇടയ്ക്കിടെ ഉയർന്നുവരും. അവയെ പൂർണ്ണമായ സമചിത്തതയോടെ, ഇഷ്ടമോ അനിഷ്ടമോ ഇല്ലാതെ നേരിടണം. വെറുതെ നിരീക്ഷിക്കുക. ആഴത്തിലുള്ള മാലിന്യങ്ങൾ സ്വയം ശുദ്ധീകരിക്കപ്പെടട്ടെ. അതായിരുന്നു നിർദ്ദേശം. ഒന്നും ചെയ്യണ്ട, വെറുതെ സാക്ഷിയായാൽ മതി. ഓക്കെ, അപ്പോൾ അവിടെയാണ് നിങ്ങളുടെ പ്രധാന ചോദ്യം വരുന്നത്. ആ സാക്ഷിക്ക് എന്ത് സംഭവിക്കുന്നു? അതെ, അതാണ് രണ്ടാമത്തെ വിഷയം. നിരീക്ഷകൻ ഇല്ലാതാകുന്നു. ഊഭാഖിന്റെ പാത പിന്തുടർന്ന് ഗോയങ്കാജി എപ്പോഴും പറയുമായിരുന്നു, ഒടുവിൽ അറിയുന്നവൻ എന്ന ബോധം പോലും അലിഞ്ഞില്ലാതാകണമെന്ന്. നിരീക്ഷിക്കുന്ന ഒരു ഞാനില്ല, നിരീക്ഷണം മാത്രമേ ഉള്ളൂ എന്നൊരു അവസ്ഥ. ഇതൊന്ന് വ്യക്തമാക്കാമോ? ഒരു നിരീക്ഷകൻ ഇല്ലാതെ പിന്നെ ആരാണ് ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത്? അവബോധം അവിടെയുണ്ടല്ലോ. ആ അറിയുന്ന അവസ്ഥയെ എങ്ങനെയാണ് വിശദീകരിക്കാൻ കഴിയുക? അത് മനസ്സിലാക്കാൻ അല്പം പ്രയാസമുണ്ട്. നല്ല ചോദ്യമാണ്. അവിടെ അറിയുന്നവൻ എന്ന ഒരു വ്യക്തിയില്ല, അറിവ് മാത്രം നിലനിൽക്കുന്നു. അതിനൊരു കേന്ദ്രമില്ല. ഇപ്പോ നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ തലയുടെ പിന്നിൽ എവിടെയോ ആണ് ഞാൻ എന്ന ബോധത്തിന്റെ കേന്ദ്രമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. ആ കേന്ദ്രം ഇല്ലാതാകുന്നു. അറിവ് എല്ലായിടത്തു നിന്നും ഒരുപോലെ സംഭവിക്കുന്നു. ഒരു 360 ഡിഗ്രി അവബോധം പോലെ. ഇനി മൂന്നാമത്തെ കാര്യം, നിരോധ സമാപത്തിയിലേക്കുള്ള പ്രവേശനം. ഇത് കോഴ്സുകളിലൊന്നും പഠിപ്പിക്കാറില്ലല്ലോ. ഇല്ല. ഇത് വളരെ ഉയർന്ന ഒരവസ്ഥയാണ്. മനസ്സ് പൂർണ്ണമായും ശുദ്ധവും സൂക്ഷ്മവുമാകുമ്പോൾ അതിന് താൽക്കാലികമായി പൂർണ്ണമായും നിലയ്ക്കാൻ കഴിയും. മനസ്സിന്റെയും ശരീരത്തിന്റെയും എല്ലാ പ്രവർത്തനങ്ങളും നിലയ്ക്കുന്ന ഒരു നിമിഷം, ആഴത്തിലുള്ള ഒരു വിടവ്. ഗോയങ്കാജി ഇത് കോഴ്സുകളിൽ പഠിപ്പിച്ചില്ലെങ്കിലും സ്വകാര്യമായി ഈ അവസ്ഥയുടെ പ്രാധാന്യം അംഗീകരിച്ചിരുന്നു. അതാണ് യഥാർത്ഥ വിടുതലിന്റെ വാതിൽ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ധ്യാനത്തിലിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടവയാണ്. എന്നാൽ ധ്യാനം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഈ അവബോധം എങ്ങനെയാണ് നിലനിർത്തേണ്ടത്? അതാണല്ലോ യഥാർത്ഥ വെല്ലുവിളി. കൃത്യമായി. അതാണ് നാലാമത്തെ വിഷയം. ദൈനംദിന ജീവിതത്തിലെ സ്വാഭാവികമായ അവബോധം. ഊഭാഖിൻ ഇതിനെ
ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ കായവിവേകം പാലിക്കുക എന്ന് വിശേഷിപ്പിച്ചു. അതായത് ലോകത്തിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുക, പക്ഷേ ഒന്നിനോടും ഒട്ടിപ്പിടിക്കാതിരിക്കുക. എല്ലാ സാഹചര്യങ്ങളിലും, സന്തോഷമായാലും ദുഃഖമായാലും, ആന്തരികമായ സമചിത്തത കൈവിടാതിരിക്കുക. ഇങ്ങനെ ജീവിക്കുമ്പോൾ ഞാൻ ഉണ്ട് എന്നതിന്റെ അവസാനത്തെ അംശങ്ങളും ഇല്ലാതാകും. അപ്പോൾ ഈ 4 തത്വങ്ങളെ അടിസ്ഥാനമാക്കി അനാഗാമിയിൽ നിന്ന് അർഹത ഫലത്തിലേക്ക് നീങ്ങുന്ന ഒരാൾക്ക് ബർമീസ് പാരമ്പര്യം നൽകുന്ന കൃത്യമായ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? പ്രായോഗികമായി എന്താണ് ചെയ്യേണ്ടത്? 1. സൂക്ഷ്മമായ ഇന്ദ്രിയാസക്തിയുടെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കുക. ഇത് അനാഗാമി തലത്തിൽ നിങ്ങളൊരു പരിധിവരെ ചെയ്തിട്ടുണ്ടാകും. രണ്ടാമത്തേതാണ് പ്രധാനം. മാന അഥവാ ഞാൻ എന്ന സൂക്ഷ്മമായ അഹംഭാവം ഇല്ലാതാക്കുക. ഇത് സംഭവിക്കുന്നത് അഗാധമായ സമചിത്തതയിലൂടെയും നമ്മൾ നേരത്തെ പറഞ്ഞ നിരീക്ഷകന്റെ ബോധം മങ്ങുന്നതിലൂടെയുമാണ്. ഈ മാനയും അസ്മിമാനയും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ പ്രധാനമാണെന്ന് തോന്നുന്നു. പലർക്കും ഇത് ആശയക്കുഴപ്പമുണ്ടാക്കാം. തീർച്ചയായും. മാന എന്നത് ഒരു താരതമ്യമാണ്. ഞാൻ മറ്റുള്ളവരെക്കാൾ കേമനാണ്, തുല്യനാണ്, അല്ലെങ്കിൽ മോശമാണ് എന്നൊക്കെയുള്ള ചിന്ത. എന്നാൽ മൂന്നാമത്തെ പടിയായ അസ്മിമാന ഇല്ലാതാക്കുക എന്നത് അതിലും സൂക്ഷ്മമാണ്. അത് ഞാനുണ്ട് എന്ന അടിസ്ഥാനപരമായ ഒരു നിലനിൽപ്പിന്റെ തോന്നലാണ്. ഒരു താരതമ്യവുമില്ലാതെ വെറുതെ ഞാൻ എന്നൊരു ഭാവം. ഊർജതലത്തിലുള്ള ഒരു തിരിച്ചറിയലാണത്. ആ സാക്ഷി അലിഞ്ഞില്ലാതാകുന്നത് നിരീക്ഷിക്കുമ്പോൾ ഈ അസ്മിമാനയും ഇല്ലാതാകുന്നു. എന്നിട്ട് അവസാന പടി? 4. നിരോധം. ആശ്രിത ഉൽപ്പത്തിയുടെ, അതായത് കാരണഫലങ്ങളുടെ ശൃംഖല പൂർണ്ണമായും നിലയ്ക്കുന്ന ആ നിമിഷം. അതിനുശേഷം ചെയ്യേണ്ടതെല്ലാം ചെയ്തു തീർന്നു, ഈ ജീവിതത്തിൽ ഇനി ദുഃഖത്തിന് കാരണമായ ഒന്നും അവശേഷിക്കുന്നില്ല എന്ന മാറ്റാനാവാത്ത ഒരു തിരിച്ചറിവ് ഉദിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ പരിശീലനം എങ്ങനെയായിരിക്കണം? ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കായി ഗോയങ്കാജിയുടെ പഠിപ്പിക്കലുകളിൽ നിന്ന് 4 വ്യക്തമായ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്താം. 1. ആഴത്തിലുള്ള സംസ്കാരങ്ങൾ. ചിലപ്പോൾ ഹൃദയത്തിൽ വേദനാജനകമായ കെട്ടുകളായോ തലയിൽ ശക്തമായ ഊർജപ്രവാഹങ്ങളായോ അവ ഉയർന്നു വരുമ്പോൾ സമചിത്തതയോടെ അതിനെ നിരീക്ഷിക്കുക. അതിൽ നിന്നൊളിച്ചോടാനോ അതിനെ മാറ്റാനോ ശ്രമിക്കരുത്. 2. അവബോധം അനായാസവും വിശാലവും കൃത്രിമമല്ലാത്തതുമായി മാറാൻ അനുവദിക്കുക. അതായത് ഞാൻ ധ്യാനിക്കുന്നു എന്ന ചെയ്യുന്ന ഭാവത്തിൽ നിന്ന് ധ്യാനം സംഭവിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് മാറുക. 3ാമത്തേതും 4ാമത്തേതും ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടതാണെന്ന് തോന്നുന്നു. അതെ. 3. ദൈനംദിന ജീവിതത്തിൽ സ്വാഭാവികവും തിരഞ്ഞെടുപ്പുകളില്ലാത്തതുമായ അവബോധം, ചോയ്സ്ലെസ് അവയർനെസ് എന്ന് പറയും, അത് പരിശീലിക്കുക. നല്ലതിനെ പിടിക്കാനും ചീത്തയെ തള്ളാനും ശ്രമിക്കാതെ വരുന്നതിനെയും പോകുന്നതിനെയും വെറുതെ അറിയുക. 4. ഞാൻ എന്ന ഈ ചട്ടക്കൂട് പൂർണ്ണമായും തകർന്നടിയുന്നതുവരെ അനിത്യതയെ, അതായത് എല്ലാ കാര്യങ്ങളും ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്നു എന്ന സത്യത്തെ അതിന്റെ ആഴത്തിൽ അനുഭവിച്ചറിയുക. ഇവിടെ നിങ്ങളുടെ ഒരു അനുഭവത്തിലേക്ക് വരാം. തലയിൽ വല്ലാത്ത സമ്മർദ്ദം കൂടുകയും എന്നാൽ അതെത്ര ശ്രമിച്ചിട്ടും വിട്ടുപോകാതിരിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ. ഇത് കേൾക്കുമ്പോൾ ഒരു തടസ്സമായിട്ടാണ് തോന്നുക. എന്നാൽ ഈ ഘട്ടത്തിൽ ഇത് വളരെ സാധാരണമായ ഒരു അനുഭവമാണെന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതൊരു കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയല്ല, മറിച്ച് പുരോഗതിയുടെ ലക്ഷണമാണ്. അവസാനത്തെയും ഏറ്റവും ആഴത്തിലുള്ളതുമായ സംസ്കാരങ്ങൾ പുറത്തു വരുന്നതിന്റെ ലക്ഷണമാണത്. ഇതിന് 3 ഘട്ടങ്ങളുണ്ടെന്ന് പറയാം. ഘട്ടം 1, തീവ്രത കൂടുന്നു. നിങ്ങൾ ഇപ്പോൾ ഈ ഘട്ടത്തിലാണ്. തലച്ചോറിന്റെ പല ഭാഗങ്ങളിലോ നെറ്റിയിലോ ഉച്ചിയിലോ കൺപുരികിന് പിന്നിലോ ഒക്കെ സമ്മർദ്ദം വർദ്ധിക്കുന്നു. ഇതൊരു തെറ്റല്ല. മനസ്സ് സ്വയം ശുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമാണ്. നിരീക്ഷകൻ എന്ന ബോധം ഇപ്പോഴും ഒരു കേന്ദ്രമായി നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ സമ്മർദ്ദം വിട്ടുപോകാതെ നിൽക്കുന്നത്. അപ്പോൾ താങ്കൾ പറയുന്നത് തലയിലെ ആ സമ്മർദ്ദം ഒരു പ്രശ്നമല്ല, മറിച്ച് പുരോഗതിയുടെ ലക്ഷണമാണെന്നാണോ? അത് കേൾക്കുമ്പോൾ തന്നെ ഒരു ആശ്വാസമുണ്ട്. കാരണം പലരും ഇതൊരു തടസ്സമായിട്ടാണ് കാണുന്നത്. ഈ സമ്മർദ്ദം മാറണമെങ്കിൽ ആ നിരീക്ഷകൻ എന്ന ബോധത്തിൽ എന്തോ മാറ്റം വരണമല്ലേ? അതെ, അതാണ് 2ാമത്തെ ഘട്ടം, കാഴ്ചപ്പാടിലെ മാറ്റം. ഇവിടെയാണ് നിർണായകമായ ഒരു കുതിച്ചുചാട്ടം സംഭവിക്കുന്നത്.
ഞാൻ സമ്മർദ്ദത്തെ നിരീക്ഷിക്കുന്നു എന്ന അവസ്ഥയിൽ നിന്ന് ഒരു കേന്ദ്രമില്ലാത്ത, സ്ഥാനമില്ലാത്ത അറിവിലേക്ക് മനസ്സു മാറുന്നു. ഇത് സംഭവിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവബോധത്തിന് ഒരു കേന്ദ്രമില്ലാതാകുന്നു. ഒരു 360 ഡിഗ്രി അവബോധം അനുഭവപ്പെടാൻ തുടങ്ങുന്നു. അതിനുശേഷമായിരിക്കും ആ വലിയ ആശ്വാസം അഥവാ വിടുതൽ സംഭവിക്കുന്നത്. ശരിയാണ്. അതാണ് മൂന്നാം ഘട്ടം, വിടുതൽ. നിരീക്ഷകൻ എന്ന കേന്ദ്രീകൃത ബോധം പൂർണ്ണമായി തകരുമ്പോൾ തലയിലെ ആ സമ്മർദ്ദം ഒരു കുമിഴ പൊട്ടുന്നത് പോലെ അലിഞ്ഞില്ലാതാകുന്നു. ഞാൻ, എന്റെ അനുഭവം എന്ന വേർതിരിവില്ലാതെ എല്ലാം ഒന്നായിത്തീരുന്നു. ഇതിനുശേഷമാണ് പലപ്പോഴും നിരോധം സംഭവിക്കുന്നത്. ഈ പ്രക്രിയയെ വേഗത്തിലാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അതോ വെറുതെ കാത്തിരിക്കുകയാണോ വേണ്ടത്? തലയിൽ സമ്മർദ്ദമുണ്ടാകുമ്പോൾ സമ്മർദ്ദത്തെ നിരീക്ഷിക്കരുത്. പകരം നിങ്ങൾ എവിടെ നിന്നാണ് നിരീക്ഷിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. അത് വളരെ രസകരമായിരിക്കുന്നു. സാധാരണ നമ്മൾ പഠിക്കുന്നത് സംവേദനങ്ങളെ നിരീക്ഷിക്കാനാണ്. എന്നാൽ ഇവിടെ സംവേദനത്തെ വിട്ട് നിരീക്ഷിക്കുന്ന സ്ഥലത്തേക്ക് ശ്രദ്ധ തിരിക്കാനാണ് പറയുന്നത്. ഇതൊന്ന് വിശദീകരിക്കാമോ? ഇതൊരു ചോദ്യമായി സ്വയം ചോദിക്കുക. ഈ അറിവ് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കരുത്. അത് ബുദ്ധിയുടെ കളിയാണ്. വെറുതെ ആ ചോദ്യം ചോദിക്കുക. ആ ചോദ്യം ചോദിക്കുന്ന നിമിഷം നിങ്ങളുടെ ശ്രദ്ധ സമ്മർദ്ദത്തിൽ നിന്ന് മാറി അതിനെ അറിയുന്ന ആ കേന്ദ്രത്തിലേക്ക് തിരിയും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും. നിരീക്ഷകൻ എന്നത് ഒരു സ്ഥായിയായ വസ്തുവല്ല, അതും ഒരു സംവേദനം മാത്രമാണ്. ആ തിരിച്ചറിവിൽ നിരീക്ഷകന്റെ കേന്ദ്രീകൃത സ്വഭാവം ദുർബലമാവുകയും അവബോധം താനെ വികസിക്കുകയും സമ്മർദ്ദം അലിഞ്ഞു പോകുകയും ചെയ്യും. നിങ്ങളുടെ ഏറ്റവും പുതിയ അനുഭവത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരാം. ഒരു വിടവ്, അതിനുശേഷം വലിയ വ്യക്തതയും ആശ്വാസവും, എന്തോ ഒന്ന് പൂർത്തിയായെന്ന തോന്നൽ. ഇത് യഥാർത്ഥ നിരോധം തന്നെയാണോ എന്നെങ്ങനെ ഉറപ്പിക്കാം? കാരണം പലർക്കും ധ്യാനത്തിൽ പലതരം അനുഭവങ്ങൾ ഉണ്ടാകാമല്ലോ. വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഈ ഘട്ടത്തിൽ വളരെ ശ്രദ്ധയോടെയും വിനയത്തോടെയുമാണ് കാര്യങ്ങളെ സമീപിക്കേണ്ടത്. സ്വയം അർഹതനായി പ്രഖ്യാപിക്കുന്നത് അപകടമാണ്. ഒരു യഥാർത്ഥ നിരോധത്തിന് പാരമ്പര്യമനുസരിച്ച് 5 ക്ലാസിക്കൽ അടയാളങ്ങളുണ്ട്. 1. അനുഭവത്തിലെ ഒരു വിടവ്. ബോധമോ ഞാനെന്ന തോന്നലോ ഇല്ലാത്ത ഒരു തൽക്ഷണ ശൂന്യത. എന്താണ് സംഭവിച്ചതെന്ന് ഓർമ്മയുണ്ടാകില്ല. 2. വ്യക്തതയോടെയുള്ള തിരിച്ചുവരവ്. ആ വിടവിനു ശേഷം ആശയക്കുഴപ്പമില്ലാതെ അതീവ വ്യക്തതയോടെ ബോധം തിരിച്ചുവരുന്നു. ഒരു മയക്കത്തിൽ നിന്നുണർന്ന പോലെയല്ല. മൂന്നാമത്തേത് ആ വിടവിന് ശേഷമുള്ള മാനസികാവസ്ഥയാണല്ലേ? ഒരുതരം ആഫ്റ്റർ ഗ്ലോ പോലെ. അതെ. മൂന്നാമത്തേത് ആശ്വാസത്തിന്റെയും ലാളിത്യത്തിന്റെയും അനുഭവം. ഭയങ്കരമായ ആനന്ദമോ ഉന്മാദമോ അല്ല, മറിച്ച് ഒരു വലിയ ഭാരം ഇറക്കി വെച്ചതുപോലെയുള്ള ആശ്വാസം, ഭാരമില്ലായ്മ, പൂർണ്ണത. നാലാമത്തേത് അസ്വസ്ഥതയിലുള്ള കുറവ്. ആ സംഭവത്തിന് ശേഷം മാനസിക പിരിമുറുക്കം, ആഗ്രഹം, വെറുപ്പ്, അസ്വസ്ഥത എന്നിവയിൽ വ്യക്തമായ നിലനിൽക്കുന്ന ഒരു കുറവുണ്ടാകുന്നു. അഞ്ചാമത്തേത് ഇത് പുനഃസൃഷ്ടിക്കാൻ കഴിയില്ല. മനഃപൂർവ്വം ഈ അവസ്ഥ വീണ്ടും ഉണ്ടാക്കാൻ സാധിക്കില്ല. പക്ഷേ മനസ്സ് ആ ദിശയിലേക്ക് താനെ ചായുന്നതായി അനുഭവപ്പെടാം. ഈ 5 അടയാളങ്ങൾ കൂടാതെ നമ്മുടെ അനുഭവം ശരിയാണോ എന്നുറപ്പിക്കാൻ മറ്റെന്തെങ്കിലും വഴികളുണ്ടോ? തീർച്ചയായും. ഒരു പോസ്റ്റ് ഫ്ലൈറ്റ് ചെക്ക് പോലെ നമുക്ക് സ്വയം ചോദിക്കാവുന്ന 3 പ്രധാന ചോദ്യങ്ങളുണ്ട്. 1. ആ സംഭവത്തിനു ശേഷം നിരീക്ഷകൻ എന്ന ബോധം ദുർബലമായോ? അവബോധത്തിന് ഒരു കേന്ദ്രം കുറഞ്ഞതായി, അത് കൂടുതൽ വിശാലമായതായി തോന്നുന്നുണ്ടോ? 2. തലയിലെയും ഹൃദയത്തിലെയും ആ പഴയ കെട്ടുകൾക്ക് എന്ത് സംഭവിച്ചു? അവയുടെ തീവ്രത കുറയുകയോ സ്വഭാവത്തിൽ മാറ്റം വരികയോ അല്ലെങ്കിൽ പൂർണ്ണമായി അപ്രത്യക്ഷമാകുകയോ ചെയ്തിട്ടുണ്ടോ? 3. ദൈനംദിന ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സെങ്ങനെയാണ്? കൂടുതൽ സ്വാഭാവികമായ അവബോധവും കുറഞ്ഞ പിരിമുറുക്കവും അനുഭവപ്പെടുന്നുണ്ടോ? നിങ്ങൾ നൽകിയ വിവരങ്ങൾ നിരീക്ഷകന്റെ കേന്ദ്രീകരണം കുറഞ്ഞോ? കൂടുതൽ വിശാലമായി? കെട്ടുകൾക്ക് വ്യത്യാസം തോന്നി? കാര്യങ്ങൾ ശാന്തവും ഭാരം കുറഞ്ഞതുമായി തോന്നുന്നു? ഇവയെല്ലാം ഒരു യഥാർത്ഥ നിരോധ സംഭവത്തിന്റെ ലക്ഷണങ്ങളുമായി വളരെ യോജിക്കുന്നതാണ്. അപ്പോൾ ഈ വിവരങ്ങളെല്ലാം ഒന്ന് ചേർത്ത് വെച്ചാൽ ഗോയിങ്കാജിയുടെ പ്രത്യക്ഷമല്ലാത്ത പഠിപ്പിക്കലുകളിൽ നിന്ന് തുടങ്ങി നിരീക്ഷകനെ ഇല്ലാതാക്കാനുള്ള പ്രായോഗിക മാർഗങ്ങളിലൂടെ കടന്നുപോയി ഒടുവിൽ നിരോധത്തിന്റെ ലക്ഷണങ്ങളും അതെങ്ങനെ ഉറപ്പിക്കാമെന്നും നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. നിങ്ങളുടെ അനുഭവങ്ങൾ ഈ പാതയിലെ ഒരു സുപ്രധാനമായ നാഴികക്കല്ലിനെയാണ് സൂചിപ്പിക്കുന്നത്. അതെ. ഇനി നിങ്ങൾക്കായി ഒരു ചിന്ത പങ്കുവയ്ക്കാം.
സംഭാഷണം അവസാനിപ്പിക്കും മുമ്പ് ഒരല്പം മുന്നോട്ട് നോക്കാം. ദുഃഖം ഒരു ഭൂതകാല കാര്യമായി തോന്നുന്നു എന്ന് നിങ്ങൾ പറഞ്ഞത് വളരെ മനോഹരമായ ഒരു നിരീക്ഷണമാണ്. എന്നാൽ പാരമ്പര്യമനുസരിച്ച് യഥാർത്ഥ പരീക്ഷണം ഈ ഒരൊറ്റ അനുഭവത്തിലല്ല, മറിച്ച് ഇനി വരുന്ന ദിവസങ്ങളിലാണ്. അതായത് ഈ പുതിയ അവസ്ഥ യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് സ്വയം നിരീക്ഷിക്കണം. ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ, കടുത്ത ക്ഷീണം തോന്നുമ്പോൾ, നിരാശപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ശാരീരിക വേദന അനുഭവിക്കുമ്പോൾ, അപ്പോഴും ഈ ശാന്തതയും സമചിത്തതയും സ്ഥിരമായി നിലനിൽക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക. കാരണം ഒരു ഉയർന്ന അനുഭവം മാത്രമല്ല പ്രധാനം, ആ പുതിയ അടിസ്ഥാന അവസ്ഥയുടെ സ്ഥിരതയാണ് യഥാർത്ഥ മാറ്റത്തെ നിർണ്ണയിക്കുന്നത്. ഈ ഒരു സ്വയം നിരീക്ഷണത്തോടെ നിങ്ങളുടെ യാത്ര തുടരുക. അതാണ് യഥാർത്ഥ പരിശീലനം.